കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ മുഖ്യ കണ്ണികൾ പിടിയിൽ. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ച ബംഗാൾ സ്വദേശികളായ സുഹൈൽ, അഹന്തോ മണ്ഡൽ എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവർ 7 മുക്സിനാസു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. മുക്സിന, എന്താണ് പുതിയ വിവരങ്ങൾ? നിഷാദ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വലിയ രീതിയിൽ എത്തിച്ചത് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അന്ന് തൊട്ട് പോലീസ് വിപുലമായ അന്വേഷണം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി ഏകദേശം 10 മണിയോടുകൂടിയാണ് പശ്ചിമബംഗാൾ സ്വദേശികളായ അഹന്തോ മണ്ഡൽ, സൊഹൈൽ എന്നീ 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. വിശദമായ മൊഴി തന്നെയാണ് ഇവിടുന്ന് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇരുവരിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥികളായ ഷാലിഖ്, ആഷിഖ് എന്നിവർ ഈ കഞ്ചാവ് വാങ്ങുകയും പിന്നീട് അവിടെ പഠിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അനുരാജിന് ഈ കഞ്ചാവ് എത്തിച്ചു നൽകുകയും അനുരാജാണ് പിന്നീട് ആകാശ്, അതുപോലെ തന്നെ SFI യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന അഭിരാജ് തുടങ്ങിയവർക്കൊക്കെ ഇത്തരത്തിൽ കഞ്ചാവ് നൽകിയതെന്നാണ്, ഈ ഒരു കണ്ണി ഇങ്ങനെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. വലിയ രീതിയിൽ തന്നെയാണ് ഈ പോളിടെക്നിക് ഹോസ്റ്റലുമായി കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ തന്നെയാണ് കഞ്ചാവ് ഒരു വിപണനം തന്നെ ഉണ്ടായിരുന്നു. 6 മാസക്കാലമായി ഇത് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം നമ്മൾ വാർത്ത നൽകിയിരുന്നു. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് ശേഖരമൊക്കെ തന്നെ അവിടെ നേരത്തെ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിലും പോലീസ് ഇരുവരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റ് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ കഞ്ചാവ് നൽകിയിട്ടുണ്ടോ, ഇനി വേറെ എവിടെയെങ്കിലും ഇത്തരത്തിൽ കഞ്ചാവ് ശേഖരം ഉണ്ടോ എന്നതടക്കമുള്ള വിശദമായ ചോദ്യം ചെയ്യലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. നിഷാദ്, ശരി. കൊല്ലത്ത് MDMA-യുമായി യുവാക്കൾ പിടിയിൽ. മുണ്ടക്കൽ സ്വദേശികളായ ആഷ്ലി, അഭിനവ്, കിളികല്ലൂർ സ്വദേശി അല്ലമീൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 3.7 ഗ്രാം MDMA കണ്ടെത്തി. ഇരവിപുരം പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടിച്ചത്. ലിജോ റോളൻസ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന്. ലിജോ, എന്താണ് വിശദാംശം? നിഷാദ്, ഇരവിപുരം പോലീസും ഒപ്പം തന്നെ സിറ്റി ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിലാണ് ഈ MDMA-യുമായി 3 യുവാക്കൾ പിടിയിലായിരിക്കുന്നത്. അതായത് ഈ മുണ്ടക്കൽ സ്വദേശികളായിട്ടുള്ള ആഷ്ലി, അഭിനവ്, ഒപ്പം തന്നെ കിളിക്കല്ലൂർ സ്വദേശിയായിട്ടുള്ള അല്ലമീൻ എന്നിവരെയാണ് സംഘം പരിശോധന നടത്തി പിടികൂടിയിരിക്കുന്നത്. ഇവരിൽ നിന്ന് 3.7 ഗ്രാം MDMA പിടികൂടിയിരിക്കുന്നു. അതായത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ നിരീക്ഷണത്തിലായിരുന്നതായി ഇരവിപുരം പോലീസിന്റെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവരിൽ തന്നെ ഈ പിടിയിലായിരിക്കുന്ന ആഷ്ലി എന്ന് പറയുന്ന ആൾക്ക് നേരത്തെ തന്നെ MDMA കേസുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ഇയാളെക്കുറിച്ച് അറിയുകയും ചെയ്യുമായിരുന്നു, കൃത്യമായി നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിൽ അല്ലമീൻ എന്ന് പറയുന്ന ആൾക്ക് മറ്റ് കേസുകളുണ്ട്. അഭിനവ് ആദ്യമായാണ് ഇത്തരത്തിൽ കേസുകളിൽ പെടുന്നതെന്നുള്ള കാര്യവും ഇരവിപുരം പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. പോലീസ് ഇവരെ പിന്തുടർന്ന് വരികയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവരുടെ പാന്റിലെ പോക്കറ്റിൽ നിന്നുമാണ് ഈ MDMA കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. തുടർ നടപടികൾ സ്വീകരിച്ച് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിഷാദ്.